2 ദിവസം മുമ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും തിരുവനന്തപുരത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമായിരുന്ന തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ആഘാതമായിരുന്നു അനിലിന്റെ കുടുംബത്തിനും പാർട്ടിക്കും അതുണ്ടാക്കിയത്. അതിന് പിന്നാലെ അനിലിനെ അറിയാവുന്ന, അനിലുമായി പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അതൊരു തീരാ ദുഃഖമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കുശാഗ്ര ബുദ്ധിക്കാരായിട്ടുള്ള നീചന്മാരായിട്ടുള്ള തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ഇടതുപക്ഷത്തിൻ്റെയും CPMന്റെ നേതാക്കൾ ചെയ്തതെന്താണ്? ഇതിനെ ദുഷ്ടലാക്കോടുകൂടി തെരഞ്ഞെടുപ്പ് ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ മരണത്തിന് പിന്നിൽ BJP നേതാക്കളാണെന്നും BJP പ്രവർത്തകരാണെന്നും പറഞ്ഞു പരത്തി ഉത്തരവാദിത്തപ്പെട്ട കസേരകളിലിരിക്കുന്ന CPMന്റെ നേതാക്കന്മാർ, അതിൽ മന്ത്രി വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മനുഷ്യത്വം എന്നുള്ളത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ വർഗമാണിത്. അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയുള്ള ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് ഇല്ലാ കഥകളും നുണക്കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ പറഞ്ഞു പരത്താൻ മറ്റാർക്കാണ് കഴിയുക? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് തിരുമല അനിൽ. എല്ലാ കാലങ്ങളിലും നമുക്കറിയാം, അണുവിട തൻ്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ വാക്കുകളെ തിരുവനന്തപുരത്തെ CPM എല്ലാ കാലത്തും ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അകാലത്തിൽ മരണത്തെ വരിച്ചപ്പോൾ അതിനെപ്പോലും ആഘോഷമാക്കാനും അതിനെപ്പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു കാരണമാക്കാനും അവർ ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്തെ BJP ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും അവർ അത് മറുപടി പറയുക തന്നെ ചെയ്യും, മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ ഏതെങ്കിലും വിഷയത്തിലല്ല, അതേ സംഘടനാപരമായ വിഷയത്തിലല്ല, മറിച്ച് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഈ ജീവൻ ത്യജിക്കേണ്ടി വന്നത്. അതായത് ഒരു സഹകരണ സംഘം, ആ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികൾ ഒരാളായിരുന്നു തിരുമല അനിൽ. ആ സഹകരണ സംഘത്തിൽ നിന്ന് നിരവധി ആളുകൾ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6 കോടിയിലധികം രൂപ വായ്പാ കുടിശ്ശികയുണ്ട്. ഈ വായ്പാ കുടിശ്ശികയുടെ കാര്യം പലപ്പോഴും തിരുമല അനിൽ പാർട്ടിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ വ്യക്തികളോട്, അതായത് പണം തിരിച്ചടയ്ക്കാനുള്ള, വായ്പ തിരിച്ചടയ്ക്കാനുള്ള വ്യക്തികളുമായി പല ഘട്ടങ്ങളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അതിന് അല്പം കാലതാമസമെടുക്കും. ഈ അവസരത്തിൽ തൻ്റെ വീട്ടിലേക്ക് നിക്ഷേപിച്ചവർ വരരുത്, ഈ നിക്ഷേപിച്ചവർക്ക് താൻ കൊടുത്ത വാക്ക് തനിക്ക് പാലിക്കണം, അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാനസികമായ സമ്മർദ്ദത്തിലായിരുന്നു അനിൽ എന്നാണ് കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സംഘപ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന് സത്യസന്ധത ജീവിതത്തിൽ ഉടനീളം മുറുകെ പിടിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ജീവനെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചത്. മനസ്സിൽ കളങ്കമുണ്ടായിരുന്നുവെങ്കിൽ, തട്ടിപ്പിന് നിന്നിരുന്നുവെങ്കിൽ, തട്ടിപ്പ് നടത്തി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ 6 കോടിയൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇവിടെ നമുക്കറിയാം, കരിവള്ളൂരിലും അതുപോലെ തന്നെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എത്രയോ സഹകരണ ബാങ്കുകളിൽ നിന്ന് 100 കോടിയിലധികം രൂപ തട്ടിയെടുത്ത് വെട്ടിച്ചിട്ട് എത്രയോ CPMന്റെ ഉന്നതന്മാർ അന്തസ്സായി നടക്കുന്നു. എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ആത്മഹത്യ പോയിട്ട് ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും താല്പര്യമില്ലാത്ത നേതാക്കന്മാർ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അത്രത്തോളം നിഷ്കളങ്കമായ മനുഷ്യരാണ് ഇവരൊക്കെ. അതാണ് തിരുമല അനിലിനും സംഭവിച്ചത്. എന്തായാലും ആ മരണം സംഭവിച്ചു. അതിൻ്റെ പിന്നിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു. എന്നാൽ ആ മരണമുണ്ടായതിന് പിന്നാലെ തന്നെ ഒരു വിഭാഗം CPM നേതാക്കന്മാരും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇതിന് പിന്നിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വരികയും ഈ ആത്മഹത്യാക്കുറിപ്പിൽ BJP നേതാക്കന്മാരുടെ പേരുകളുണ്ട്, BJPക്കെതിരെ വലിയ ആക്ഷേപമുണ്ട്, വലിയ ആരോപണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം V മുരളീധരൻ പൊളിച്ചടുക്കിയത്. എവിടെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ BJP നേതാക്കളുടെയോ BJPയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ പേരുള്ളത്? പ്രസ്ഥാനത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് എന്താണ് ആത്മഹത്യാക്കുറിപ്പിൽ തിരുമല അനിൽ എഴുതിയത്? ഒരു വരി കാണിക്കാമോ? ഇതായിരുന്നു V മുരളീധരന്റെ വെല്ലുവിളി. അതേസമയം V മുരളീധരൻ ആരോപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്.
CPM-ഉം പോലീസും ചേർന്നാണ് തിരുമല അനിലിനെ കൊലപ്പെടുത്തിയത്. കാരണം പോലീസിന്റെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. എത്രയും വേഗം പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനിലിനെ കേസിൽപ്പെടുത്തുമെന്നും ജയിലിലടയ്ക്കുമെന്നുമുള്ള സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് വി മുരളീധരൻ ആരോപിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാനസിക സമ്മർദ്ദം തിരുമല അനിലിന് മേൽ ചെലുത്തിയതാരാണ്? കഠിനമായ മാനസിക സമ്മർദ്ദത്തിൽ തിരുമല അനിലിനെ എത്തിച്ചതാരാണ്? അത് പോലീസും CPM-ഉമാണെന്ന് BJP ആരോപിക്കുന്നുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതിനു മുൻപ് ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ആ ദുഷിച്ച മനസ്സുകളുണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ടത്. എത്ര വൃത്തികെട്ട മനോഭാവമുള്ള ആളുകളാണ് ഒരു മരണത്തിൽ തന്നെ രാഷ്ട്രീയ ലാഭം നോക്കുന്നയാൾ. അതിന് കാരണമുണ്ട്. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തീ പാറുന്ന പോരാട്ടമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തവണ CPM-ൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. 102 വാർഡുകളിൽ 60 വാർഡുകളിൽ വിജയിക്കണം. അതിനുള്ള മുന്നൊരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരത്ത് BJP ആരംഭിച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അങ്ങനെ CPM-ന്റെ കോട്ടകൊത്തകളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇത്തവണ BJP കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഈ ഒരു ദുരനുഭവം പാർട്ടിക്കുണ്ടാകുന്നത്. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇനി BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ക്ലച്ച് പിടിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തെറ്റായ പ്രചരണങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നേതാക്കന്മാർക്ക് ദേഷ്യമുണ്ടാകും. അതാണ് 2 ദിവസം മുമ്പ് പാർട്ടിയുടെ ആസ്ഥാനത്ത് വച്ചൊരു മാധ്യമ പ്രവർത്തകയുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കൊമ്പ് കോർക്കേണ്ടി വന്നത്. ഉറ്റവനെ നഷ്ടപ്പെട്ട വേദനയിൽ മനസ്സു നീർ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇല്ലാ കഥകൾ കേൾക്കുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകും, അവർക്ക് ക്ഷോഭമുണ്ടാകും, അവർ പൊട്ടിത്തെറിക്കും. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. ഈ ഏഷണിയും നുണയുമായി നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലായി എന്ന് വരില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയ ഇരയായി CPM-ന് കിട്ടിയിരിക്കുന്നു. ഇതുവരെ സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപിയെ കൈവിട്ടു. ഇനി രാജീവ് ചന്ദ്രശേഖരാണ് ഇപ്പോഴത്തെ CPM-ന്റെ പുതിയ ഇര. രാജീവ് ചന്ദ്രശേഖറിനെ പ്രകോപിപ്പിക്കുക, രാജീവ് ചന്ദ്രശേഖരനെ പ്രകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകൾ ഉണ്ടാക്കുക, അതാണ് CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഒന്നോർക്കണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ ചിലപ്പോൾ കൂടിയെന്ന് വരില്ല. നിങ്ങൾ ഭയക്കണം ഈ മനുഷ്യനെ. നിങ്ങൾ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കിട്ടുന്നിടത്തെല്ലാം വെച്ച് രാജീവ് ചന്ദ്രശേഖരനെ ചൊറിയാൻ നോക്കുന്നത്. തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിലും നിങ്ങൾ കണ്ടുമറന്ന രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല. അതുകൊണ്ട് തന്നെ മുട്ടുന്നത് ഒന്നുകൂടി ഓർത്ത് വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ.